ഹായ്, എല്ലാ കൂട്ടുകാർക്കും ICDS സൂപ്പർവൈസർ എക്സാം പ്രിപ്പറേഷൻ്റെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് സൈക്കോളജിയിൽ 1ഉം 2ഉം മൊഡ്യൂളാണ് നമ്മൾ കവർ ചെയ്തത്. 3ാമത്തെ മൊഡ്യൂളാണ് ഇനി നമുക്ക് കവർ ചെയ്യാനുള്ളത്. വളരെ ഫാസ്റ്റായിട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സ്വന്തമായി പ്രിപ്പറേഷൻ എല്ലാവരും നടത്തുക. ഇടയ്ക്ക് ഹെൽപ്പ് ചെയ്യാൻ ഉതകും വിധം, അതായത് ജോലിയിലൊക്കെ തിരക്കുള്ളവർക്ക് വീഡിയോ ഉപയോഗിക്കാവുന്നതാണ്, എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കേണ്ടതാണ്. നമുക്കപ്പോൾ തുടങ്ങാം. ഇന്നത്തെ ഓക്കെ അല്ലേ? സൈക്കോളജിയിൽ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞത് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി, 2ാമത്തെ മൊഡ്യൂൾ ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയർ. അടുത്തത് 3ാമത്തെ മൊഡ്യൂളാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്, സെൻസേഷൻ, പെർസെപ്ഷൻ ആൻഡ് കോൺഷ്യസ്നെസ്. അതിൽ സെൻസറി ത്രെഷോൾഡ് ആണ്, സെൻസറി ത്രെഷോൾഡ്സ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സെൻസേഷൻ, പെർസെപ്ഷൻ ആൻഡ് കോൺഷ്യസ്നെസ്. Sensation refers to the process of sensing our environment through ഏതൊക്കെ തരത്തിലാണ് നമ്മൾ സെൻസ് ചെയ്യുന്നത്? ടച്ച്, ടേസ്റ്റ്, സൈറ്റ്, സൗണ്ട് ആൻഡ് സ്മെൽ. ദിസ് ഇൻഫർമേഷൻ ഈസ് സെൻഡ് ടു അവർ ബ്രെയിൻസ് ഇൻ റോ ഫോം where perception comes into play. Perception is the way we interrupt these sensations and therefore make sense of everything around us. Consciousness is an aspect of many mental processes rather than being a mental process on its own. 5 stages of perception. ഏതൊക്കെയാണ് 5 stages of perception എന്ന് പറയുന്നത്? സ്റ്റിമുലേഷൻ ഉണ്ട്, ഓർഗനൈസേഷൻ ഉണ്ട്, ഇന്റർപ്രിറ്റേഷൻ ഉണ്ട്, ഇവാലുവേഷൻ ഉണ്ട്, മെമ്മറി ആൻഡ് റീകോൾ ഉണ്ട്. തോട്ട് ഈസ് ക്രിയേറ്റഡ് ഫ്രം ദ മൈൻഡ് rather than the forms perceived through the 5 senses. An intense thinking, while perception is organization, identification and interpretation of sensory information. പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ചുറ്റും ഉള്ള കാര്യങ്ങളെ നമ്മൾ ഗ്രഹിച്ചെടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ നമുക്ക് നോക്കാനുള്ളത് സെൻസറി ത്രെഷോൾഡ്സ് എന്താണ് എന്നാണ്. സെൻസറി ത്രെഷോൾഡ്സ് വിവിധ ടൈപ്സിൽ നമുക്ക് നോക്കാനായിട്ടുണ്ട്. ഇപ്പം നമുക്ക് നോക്കാം ആബ്സല്യൂട്ട് ത്രെഷോൾഡ് എന്താണ് എന്നുള്ളത്. മിനിമം ഇന്റൻസിറ്റി ഓഫ് ഫിസിക്കൽ എനർജി റിക്വയർഡ് ടു പ്രൊഡ്യൂസ് എനി സെൻസേഷൻ അറ്റ് ഓൾ ഇൻ എ പേഴ്സൺ, അതാണ് ആബ്സല്യൂട്ട് ത്രെഷോൾഡ്. ഈ അബ്സല്യൂട്ട് ത്രെഷോൾഡിൽ ലോവസ്റ്റ് എനർജി ഓഫ് സ്ട്രെങ്ത് ആണ് ആവശ്യമായിട്ടുള്ളത്, ലോവസ്റ്റ് ലെവൽ ഓഫ് സ്ട്രെങ്ത് നെസസറി. ഒന്നുകൂടി പറയാം, എ സെൻസറി ത്രെഷോൾഡ് ഈസ് ദ ലെവൽ ഓഫ് സ്ട്രെങ്ത് എ സ്റ്റിമുലസ് മസ്റ്റ് റീച്ച് ടു ബി ഡിറ്റക്റ്റഡ്. Psychologists study sensory thresholds to learn how humans and animals process sensory information. An absolute threshold is the lowest level of strength necessary for the detection. വസ്തുക്കളെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ആ ഒരു സ്ട്രെങ്ത് യൂസ് ചെയ്യുന്നതിനെയാണ്, അതായത് തിരിച്ചറിയാൻ വേണ്ടി, ഡിറ്റക്ഷന് വേണ്ടി, അതാണ് ആബ്സല്യൂട്ട് ത്രെഷോൾഡ് എന്ന് പറയുന്നത്. ഉദാഹരണം പറയുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലാകും. ആൻ എക്സാമ്പിൾ ഓഫ് ദിസ് മൈറ്റ് ബി മെഷേർഡ് അറ്റ് വാട്ട് ലെവൽസ് പാർട്ടിസിപ്പൻസ് ക്യാൻ ഡിറ്റക്ട് ദ ടിക്കിംഗ് സൗണ്ട് ഓഫ് എ ക്ലോക്ക്. ടിക് 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 ടിക്, ആ സൗണ്ട് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത് വളരെ ചെറിയ സൗണ്ടാണ്, പക്ഷെ നമ്മൾ ആ സൗണ്ട് ഐഡന്റിഫൈ ചെയ്യുന്നു. ദ മിനിമം സ്റ്റിമുലേഷൻ നീഡഡ് ടു ഡിറ്റക്ട് എ പർട്ടിക്കുലർ സ്റ്റിമുലസ് 50% ഓഫ് ദ ടൈം. അതാണ് അതിന്റെ ഉദാഹരണങ്ങൾ. ലൈറ്റ്, സൗണ്ട്, പ്രഷർ, ടേസ്റ്റ് ഓർ ഓർഡർ, സ്മെല്ലൊക്കെ നമ്മൾ വളരെ ചെറിയ ഒരു സ്റ്റിമുലസ് ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നുവെങ്കിൽ അതിനെ അബ്സല്യൂട്ട് ത്രെഷോൾഡ് എന്നാണ് പറയുന്നത്. മറ്റ് എക്സാമ്പിൾസ് ആണ്, എക്സാമ്പിൾസ് ഓഫ് അബ്സല്യൂട്ട് ത്രെഷോൾഡ് ആണ് വിഷൻ. ഈ കാണുന്നത് എക്സാമ്പിൾ ആണ്, വിഷൻ. എ കാൻഡിൽ ഫ്ലെയിം 30 miles away. ഹിയറിംഗ്, എ വാച്ച് ticking 20 feet away. Smell, a drop of perfume in a 6-room house. Taste,
a teaspoon of sugar in a gallon of water. Touch a wing of a fly on your cheek, dropped 1 centimeter. ഇതെല്ലാം അബ്സല്യൂട്ട് ത്രെഷോൾഡിന് ഉദാഹരണങ്ങളാണ്. ഇവിടെയെല്ലാം ചെറിയ ഒരു സ്റ്റിമുലസ് മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതാണ് അബ്സല്യൂട്ട് ത്രെഷോൾഡ് എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഡിഫറൻഷ്യൽ ത്രെഷോൾഡ് ആണ്. നമുക്ക് ഡിഫറൻഷ്യൽ ത്രെഷോൾഡ് എന്താണ് എന്ന് നോക്കാം. ഡിഫറൻഷ്യൽ ത്രെഷോൾഡ് എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് ചേഞ്ച് ഇൻ എ സ്റ്റിമുലസ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് എ ജസ്റ്റ് നോട്ടീസബിൾ ഡിഫറൻസ് ഇൻ സെൻസേഷൻ. അതാണ് ഡിഫറൻഷ്യൽ ത്രെഷോൾഡ് എന്ന് പറയുന്നത്. ഡിഫറൻഷ്യൽ ത്രെഷോൾഡ് ഈസ് ഓൾസോ നോൺ ആസ് ജസ്റ്റ് നോട്ടീസബിൾ ഡിഫറൻസ്, അതായത് JND തന്നെയാണ് ഡിഫറൻഷ്യൽ ത്രെഷോൾഡ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മൾ തിയറി വായിക്കുമ്പോൾ എക്സാമ്പിൾസ് പറയുമ്പോൾ മാത്രമാണ് നമുക്ക് കൂടുതലായിട്ട് ഇതിനെപ്പറ്റി ഒരു വ്യക്തത ലഭിക്കുന്നത്. ദ ജസ്റ്റ് നോട്ടീസബിൾ ഡിഫറൻസ്, JND ഓൾസോ നോൺ ആസ് ദ ഡിഫറൻസ് ത്രെഷോൾഡ്, ഈസ് ദ മിനിമം ലെവൽ ഓഫ് സ്റ്റിമുലേഷൻ ദാറ്റ് എ പേഴ്സൺ ക്യാൻ ഡിറ്റക്ട് 50% ഓഫ് ദ ടൈം. എക്സാമ്പിൾ പറയാം. ഇഫ് യു ആർ ആസ്ക്ഡ് ടു ഹോൾഡ് 2 objects ഓഫ് ഡിഫറെന്റ് വെയ്റ്റ്സ്, the just noticeable difference would be the minimum weight difference between the two that you could sense half of the time. മനസ്സിലായില്ലേ? 2 വെയിറ്റ് ഉള്ള വസ്തുക്കൾ നമ്മുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് നമുക്ക് ആ ഒരു 50% ഓഫ് ടൈമിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് നോട്ട് ടു കൺഫ്യൂസ് ദ ജസ്റ്റ് നോട്ടീസബിൾ ഡിഫറൻസ് ആൻഡ് ദ അബ്സല്യൂട്ട് ത്രെഷോൾഡ്. while the difference threshold involves the ability to detect differences in stimulation levels. The absolute threshold refers to the smallest detectable level of stimulation. ഡിഫറൻസ് ത്രെഷോൾഡ് നമുക്ക് ഒന്നുകൂടെ പറയാം. ദ മിനിമം ഡിഫറൻസ് ബിറ്റ്വീൻ 2 സ്റ്റിമുലേ, 2 സ്റ്റിമുലയാണ് കേട്ടോ. അതിന്റെ ഡിഫറൻസ് ആണ് നമ്മൾ ഈ ഡിഫറൻസ് ത്രെഷോൾഡ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അത് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ സറൗണ്ടിങ്സിൽ നിന്നും റിക്വയർഡ് ഫോർ ഡിറ്റക്ഷൻ 50% ഓഫ് ദ ടൈം. വി എക്സ്പീരിയൻസ് ദ ഡിഫറൻസ് ത്രെഷോൾഡ് ആസ് ജസ്റ്റ് നോട്ടീസബിൾ ഡിഫറൻസ്, ഓൾസോ കോൾഡ് ദ ജസ്റ്റ് നോട്ടീസബിൾ ഡിഫറൻസ് ഓർ JND. വെബേഴ്സ് ലോ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. തീർച്ചയായിട്ടും അത് ഓർത്തിരിക്കുക. ഡിഫറൻസ് ത്രെഷോൾഡിൽ നമ്മൾ വെബേഴ്സ് ലോ ഓർത്തിരിക്കുക. The principle that to be perceived as a different 2 stimuli must differ by a constant minimum percentage rather than a constant amount. സെൻസറി ത്രെഷോൾഡിൽ 2 കാര്യങ്ങളെങ്കിലും കുറച്ചെങ്കിലും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കൂടുതലായിട്ട് നമുക്കിത് റെഫർ ചെയ്യേണ്ടതുണ്ട്. കൂടുതലായിട്ട് വായന ഇതിന് ആവശ്യമാണ്. പരന്ന വായന ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതലായിട്ട് ഇത് മനസ്സിലാക്കാൻ പറ്റൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവര് പ്രത്യേകം ശ്രദ്ധിക്കുക. എക്സാമ്പിൾസ് തീർച്ചയായിട്ടും നമ്മൾ നെറ്റിൽ അടിച്ചു കൊടുത്താൽ നമുക്ക് എക്സാമ്പിൾസ് കൂടുതലായിട്ട് കിട്ടും. ഈ എക്സാമ്പിൾസ് ഉപയോഗിച്ച് നമുക്ക് കുറച്ചുകൂടെ ഈ തിയറി ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം തിയറി ബേസിൽ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഇത്തരം കാര്യങ്ങൾ, ഈ സെൻസറി ത്രെഷോൾഡ് ഒക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പോൾ വീഡിയോസ് ആണെങ്കിലും യൂട്യൂബിലൊക്കെ നോക്കിയപ്പം കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് ക്ലിക്ക് ആകാൻ. പക്ഷേ നമ്മൾ തീർച്ചയായിട്ടും എക്സാമ്പിൾസിൽ കൂടി പോവുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ സമയമെടുത്ത് ഈ സെൻസറി ത്രെഷോൾഡ് എന്താണെന്നും എക്സാമ്പിൾസ് ഓഫ് സെൻസറി ത്രെഷോൾഡ് അടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ എക്സാമ്പിൾസ് ഓഫ് ഡിഫറൻഷ്യൽ ത്രെഷോൾഡ്, എക്സാമ്പിൾസ് ഓഫ് അബ്സല്യൂട്ട് ത്രെഷോൾഡ് ഒക്കെ അടിച്ചു കൊടുത്താൽ കൂടുതലായിട്ട് നമുക്ക് വായിക്കാനായിട്ട് കിട്ടും. അപ്പോൾ കുറച്ചുകൂടെ വായിച്ചിട്ട് എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ മറ്റ് ഒരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കൂ. വർക്ക് ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ ഓഡിയോ വീഡിയോ കേട്ടുകൊണ്ടിരുന്നാൽ നമുക്ക് കൂടുതലായിട്ട് ഇത് മനസ്സിലാവും. ആദ്യം 1-2 തവണ എനിക്ക് തോന്നുന്നു കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.